ലോകപ്രശസ്ത സാഹിത്യകാരനായ ഗാബ്രിയേൽ ഗാർസിയ മാർക്വേസ് രചിച്ച ബോൺ വോയേജ് മിസ്റ്റർ പ്രസിഡന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ. കഥയുടെ സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാന നിർവഹണം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. പശ്ചാത്തല സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. ശുഭയാത്ര മിസ്റ്റർ പ്രസിഡന്റ്. പോണ്ടുമോണ്ടിയിലെ തണുത്ത കാറ്റ് ആസ്വദിച്ച് പൂന്തോട്ടത്തിൻ്റെ ഇടനാഴികളിലൂടെ അയാൾ നടന്നു. അതിനിടയ്ക്ക് എപ്പോഴോ തന്നെ വിടാതെ പിന്തുടരുന്ന ആ കാലൊച്ചകൾ അടുത്തുനിന്ന് തന്നെ കേട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു നിമിഷം ഇടനാഴിയുടെ ഒരു തിരിവിൽ വെച്ച് ഒരു കൂട്ടിമുട്ടൽ ഒഴിവാക്കാനായി അദ്ദേഹത്തിന് ചെറുതായൊന്ന് ഒഴിഞ്ഞു മാറേണ്ടിയും വന്നു. എത്രയും ബഹുമാന്യനായ മിസ്റ്റർ പ്രസിഡന്റ്, അയാൾ ഒരു മന്ത്രം പോലെ ഉരുവിട്ടു. താങ്കൾ തീർച്ചയായും നമ്മുടെ എത്രയും പ്രിയപ്പെട്ടവരായ നാട്ടുകാരെ അറിയിച്ചുകൊള്ളൂ, അവർ ആശ കൈവിടേണ്ടതില്ലെന്ന്. അവരുടെ എത്രയും പ്രിയങ്കരനായ പ്രസിഡന്റ് തികച്ചും ആരോഗ്യവാൻ തന്നെയെന്നും. നഗരത്തിലെ തൻ്റെ പ്രച്ഛന്നത്വം ഭേദിക്കപ്പെട്ടു പോയതിലെ ഈർഷ്യയുണ്ടെങ്കിലും സഹജമായ പ്രസന്നഭാവത്തിനും പുഞ്ചിരിക്കും അല്പം പോലും കുറവുണ്ടാകാതെ തന്നെ അദ്ദേഹം പറഞ്ഞൊപ്പിച്ചു. എന്നേക്കാൾ നന്നായി അതറിയുന്ന മറ്റാരും ഈ നഗരത്തിലില്ല സർ. അയാൾ തൻ്റെ നേർക്ക് പതിയുന്ന മഹിഷ്ഠമായ നോട്ടത്തിൻ്റെ ഗുരുത്വം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. എന്തായാലും താങ്കൾ ഒരു ഡോക്ടറാണെന്ന് എന്നോട് പറഞ്ഞേക്കില്ലല്ലോ. തീർച്ചയായും ഇല്ല സർ, ഞാൻ ഒരു ആംബുലൻസ് ഡ്രൈവർ മാത്രമാണ്. ഓ, ദയവായി ക്ഷമിക്കൂ താങ്കൾ. പ്രസിഡന്റ് അതുവരെ താൻ സ്വീകരിച്ച മാർദ്ദവം കുറഞ്ഞ രീതിയുടെ പിഴവ് തിരിച്ചറിഞ്ഞു. ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ജോലി തികച്ചും കഠിനം തന്നെയാണ്. എന്തായാലും താങ്കളുടേതുപോലെ അത്രയില്ല സർ. പ്രസിഡന്റ് ഒരു നിമിഷം അയാളെ ശ്രദ്ധിച്ചു. പിന്നെ തൻ്റെ ഊന്നുവടിയിലേക്കു തന്നെ കണ്ണുമടക്കി. പിന്നെ ശരിക്കുമുള്ള ഒരു താല്പര്യത്തിൽ തന്നെ ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ്? കരീബിൽ നിന്ന്. അത് മനസ്സിലായി. ഞാൻ ചോദിച്ചത് കരീബിലെ ഏത് നാട്ടിൽ നിന്ന് എന്നാണ്. താങ്കളുടെ നാട്ടിൽ നിന്ന് തന്നെ. എന്നിട്ട് അയാൾ പ്രസിഡന്റിനു നേരെ തൻ്റെ കൈ നീട്ടി. എൻ്റെ പേര് ഹോമിറോറെ എന്നാണ്. എന്നാൽ പ്രസിഡന്റ് അത് കണ്ടതായി നടിച്ചില്ല. കൊള്ളാമല്ലോ, നല്ല പേരാണത്. പ്രസിഡന്റ് തൻ്റെ പ്രവൃത്തിക്ക് ചെറിയൊരു ലഘുത്വം വരുത്താനായി പറയുകയും ചെയ്തു. ഹോമിറോയ്ക്കും അത് മനസ്സിലായി. ഹോമിറോ ഡി ലാ കാസ. തീർച്ചയായും എൻ്റെ ഭവനത്തിലെ ഹോമർ രാജാവ് തന്നെയാണ് ഞാൻ. പെട്ടെന്ന് അവർക്കിടയിലേക്ക് ശരത്കാലത്തിൻ്റെ ശക്തിയേറിയ ഒരു ശീതക്കാറ്റ് വീശിയടിച്ചു. പ്രസിഡന്റിന് തൻ്റെ അസ്ഥികൾ പോലും വിറയ്ക്കുന്നത് പോലെ തോന്നി. ഒരു ഓവർകോട്ട് ധരിക്കാതെ ഇനി തനിക്ക് പോകേണ്ടുന്ന 2 ബ്ലോക്കുകളുള്ള ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനാവില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. താങ്കൾ ലഞ്ച് കഴിച്ചോ? പ്രസിഡന്റ് ചോദിച്ചു. ഞാൻ ലഞ്ച് കഴിക്കാറില്ല. ഇപ്പോൾ ഞാൻ രാത്രിയിൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു, അതും വീട്ടിൽ നിന്ന് മാത്രം. ഹോമിറോ പറഞ്ഞു. ഇന്നൊരു ദിവസത്തേക്ക് അതിന് ഒരൊഴിവാകാം. ഇന്ന് ഞാൻ താങ്കൾക്ക് കൂടി ഓർഡർ ചെയ്യുന്നു. പ്രസിഡന്റ് മന്ത്രിച്ചു. അദ്ദേഹം തെരുവ് മുറിച്ചു കടന്ന് അതിഥിയെ തൻ്റെ പതിവ് റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മൂടൽമഞ്ഞിൻ്റെ ആവരണത്തിലൂടെ ഹോമിറോ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വായിച്ചു. ലേബ്യു കരോന്നി. റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം ഇടുങ്ങി ചൂട് തങ്ങി നിൽക്കുന്ന ഒരിടമായിരുന്നു. ആരും പ്രസിഡന്റിനെ തിരിച്ചറിയുന്നില്ല എന്നത് ഒരത്ഭുതമായിരുന്നു ഹോമിറോയ്ക്ക്. അയാൾ ഓർഡർ നൽകാനായി പുറകിലേക്ക് നടന്നു. ഇദ്ദേഹം നിലവിലെ പ്രസിഡന്റ് തന്നെയാണോ? റെസ്റ്റോറൻ്റ് ഉടമയുടെ ചെവിയിൽ ഹോമിറോ എന്തോ മന്ത്രിച്ചതിന് മറുപടിയായി
അയാൾ അതേ ശബ്ദത്തിൽ തന്നെ ചോദിച്ചു. അല്ല, അദ്ദേഹം അട്ടിമറിക്കപ്പെട്ടിരുന്നു. ആയിരിക്കാം, അവർക്ക് അതാവശ്യമായിരുന്നിരിക്കാം. ഹോട്ടലുടമ അല്പം മന്ദസ്മിതത്തോടെയാണെങ്കിലും ശബ്ദമുയർത്താതെ തന്നെ പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക മേശയുണ്ട്, പ്രസിഡന്റ് പറഞ്ഞു. ഹോട്ടലുടമ അവരെ റെസ്റ്റോറൻറ്റിൻ്റെ അറ്റത്തുള്ള തികച്ചും ഏകാന്തമായ ഒരു മേശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ താങ്കൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പ്രസിഡന്റ് അയാളോട് നന്ദി പറഞ്ഞു. എല്ലുകൾ സഹിതം ഉപ്പു ചേർത്ത് ആവിയിൽ പുഴുങ്ങിയ ബീഫാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. പ്രസിഡന്റും അതിഥിയും അടുത്തുള്ള മേശകളിൽ ആ വിഭവത്തിൻ്റെ ഓവനുകൾ കണ്ട് തൃപ്തരായി. ഒരു മാന്ത്രിക വിഭവം തന്നെയാണത്, പക്ഷേ എനിക്കത് അനുവദിച്ചിട്ടില്ല. എങ്കിലും ആ മാന്ത്രിക വിഭവത്തിൻ്റെ ഊഷ്മളഗന്ധത്തിൽ ആകൃഷ്ടനായിരുന്ന അതിഥിക്കു വേണ്ടി അദ്ദേഹം അല്പം മയപ്പെട്ടു. വാസ്തവത്തിൽ ഒന്നും തന്നെ അനുവദിക്കപ്പെട്ടിട്ടില്ല എനിക്ക്. താങ്കൾക്ക് ഒരു കോഫി പോലും അനുവദിച്ചിട്ടില്ല അവർ. എങ്കിലും താങ്കൾ ഇന്നത് കുടിച്ചു. ഓഹ്, നിങ്ങളത് കണ്ടിരിക്കുന്നു. എങ്കിലും ഇന്നത്തെ പ്രത്യേക വിഭവത്തിന് വേണ്ടിയുള്ള ഒരൊഴിവായിരുന്നു. അനിവാര്യമായ ഒരു വിധിക്ക് മുമ്പിൽ ഞാൻ സ്വയം നൽകിയത്. കോഫി മാത്രമായിരുന്നില്ല ആ പ്രത്യേക ദിവസത്തിനായി പ്രസിഡന്റ് നൽകിയ ഒഴിവ്. എല്ലുകളോടെ പുഴുങ്ങിയ ഓരോ മുഴുവൻ ബീഫിനും ഒരു കുടന്ന ഒലിവെണ്ണ ചേർത്ത ഓരോ വെജിറ്റബിൾ സാലഡിനും കൂടി അദ്ദേഹം ഓർഡർ നൽകി. പുറമെ ഒരു പെഗ് ചുവന്ന വൈനിനും കൂടി അതിഥിയും. ഓർഡറുകൾ നൽകിയ ശേഷമുള്ള ഇടവേളയിൽ ഹോമിറോ കുറേ പേപ്പറുകൾ സൂക്ഷിച്ചിരിക്കുന്ന തൻ്റെ വാലറ്റിൽ നിന്ന് നിറം മങ്ങിയ ഒരു പഴയ ന്യൂസ് പേപ്പർ കട്ടിംഗ് എടുത്ത് പ്രസിഡന്റിനെ കാണിച്ചു. ആ ചിത്രത്തിൽ സ്ലീവുള്ള കുപ്പായവും കട്ടിമീശയും ആകർഷകമായ നീണ്ട കറുത്ത മുടിയുമുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന തൻ്റെ തന്നെ പഴയ ചിത്രത്തെ പ്രസിഡന്റ് തിരിച്ചറിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ദൃശ്യത്തിൻ്റെ സ്ഥലവും സുപ്രധാനമായ ആ തിരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കെത്തി. ആ തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പോലും. തീർച്ചയായും അത്ഭുതം തന്നെയാണിത്. ഫോട്ടോഗ്രാഫുകളിൽ എന്നും എൻ്റെ പ്രായം അല്പം കൂടിയും കൂടുതൽ പക്വതയാർജിച്ചും കാണപ്പെടുന്നു. ചിത്രം ഒന്നുകൂടി ഉറപ്പിച്ചു നോക്കിയ ശേഷം അദ്ദേഹം അത് ഹോമിറോയ്ക്ക് തന്നെ തിരികെ നൽകി. 1000 വർഷങ്ങൾക്കപ്പുറമെങ്കിൽ പോലും ഞാനതോർക്കും. സാൻ ക്രിസ്റ്റബിൾ ലാക്കാസയിലെ കോക്പിറ്റിലെ ആ ദൃശ്യങ്ങൾ. പ്രസിഡന്റ് പിറുപിറുത്തു. തീർച്ചയായും ആദരണീയനായ മിസ്റ്റർ പ്രസിഡന്റ്, അതുതന്നെയാണ് എൻ്റെ നഗരം. പിന്നെ അയാൾ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന തൻ്റെ ചിത്രത്തിലേക്കും വിരൽ ചൂണ്ടി. പ്രസിഡന്റും അയാളെ തിരിച്ചറിഞ്ഞു. നിങ്ങൾ അന്നൊരു കുട്ടിയായിരുന്നു. മിക്കവാറും അന്ന് സദേൺ ക്യാമ്പയിനുകളിൽ മുഴുവൻ ഞാൻ താങ്കൾക്കായി പ്രവർത്തിച്ചു. യൂണിവേഴ്സിറ്റി ബ്രിഗേഡിൻ്റെ നേതൃത്വം എനിക്കായിരുന്നു. പ്രസിഡന്റ് അയാൾ തുടരാനായി കാത്തു. പിന്നെ പറഞ്ഞു, നിർഭാഗ്യവശാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല താങ്കൾ. തീർച്ചയായും. എന്നാൽ താങ്കൾ ആർജവമുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. എങ്കിലും എല്ലാവരെയും ഓർമ്മിക്കാനാവില്ലല്ലോ ആർക്കും. എന്നിട്ടെന്താണ് ഉണ്ടായത് താങ്കൾക്ക്? പ്രസിഡന്റ് വീണ്ടും അയാൾക്കായി കാത്തു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് സംഭവിച്ചത് മറ്റാരേക്കാളും അറിയുന്നത് താങ്കൾക്ക് തന്നെയാണല്ലോ മിസ്റ്റർ പ്രസിഡന്റ്. താങ്കളുടെ ഗംഭീരമായ വിജയം, തൊട്ടുപിന്നാലെ നടന്ന ഞെട്ടിക്കുന്ന പട്ടാള അട്ടിമറി, പിന്നെ വർഷങ്ങൾക്കു ശേഷം നമ്മൾ രണ്ടുപേരും ഇതാ ഇവിടെ, ഈ മൂരിക്കുട്ടൻ്റെ പകുതിയെങ്കിലും അകത്താക്കാനായി ഇതാ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നു. ആദരണീയനായ മിസ്റ്റർ പ്രസിഡന്റിനൊപ്പമുള്ള നാട്ടിലെ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത സമൃദ്ധമായ ഒരു ഉച്ചഭക്ഷണം, എനിക്ക് മാത്രമായി വീണുകിട്ടിയ ഒരു ഭാഗ്യം. ഹോമിറോ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും ഭക്ഷണമെത്തി. പ്രസിഡന്റ് ഒരു ശിശുവിൻ്റെ തമാശ പോലെ ഭക്ഷണത്തോടൊപ്പമുണ്ടായിരുന്ന നീളമുള്ള നാപ്കിൻ എടുത്ത് തൻ്റെ തോളത്ത് ചുറ്റി. പെട്ടെന്ന് സ്വയം അറിയാതെയുള്ള തൻ്റെ ആ ചെയ്തിയിൽ അതിഥിക്കുണ്ടാകാവുന്ന അത്ഭുതത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനാവുകയും ചെയ്തു. ക്ഷമിക്കണം, ഇതു ചെയ്തില്ലെങ്കിൽ എൻ്റെ ഭക്ഷണത്തിൽ എന്തോ കുറവ് വരുത്തിയതുപോലെയാണ് എനിക്ക്.
പ്രസിഡന്റ് ക്ഷമാപണമെന്നതുപോലെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം വിഭവങ്ങൾ ഓരോന്നും രുചിച്ചു നോക്കി തൃപ്തി രേഖപ്പെടുത്തി. പിന്നീടെപ്പോഴോ പ്രസിഡന്റ് വീണ്ടും വിഷയത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല ഹോമിറോ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ നേരത്തെ സമീപിക്കാതിരുന്നതെന്ന്? ഒരു വേട്ടക്കാരനെ പോലെ എന്നെ പിന്തുടരുന്നതിന് പകരം. ആശുപത്രിയിലെ VIP ഇടനാഴിയിൽ താങ്കളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്കളെ മനസ്സിലായിരുന്നു, ആദരണീയനായ മിസ്റ്റർ പ്രസിഡന്റ്. വേനൽക്കാലത്തിൻ്റെ മധ്യഘട്ടമായിരുന്നു അത്. ആൻഡീസിൽ നിന്നുള്ള ഒരു ലിനൻ സ്യൂട്ടിലായിരുന്നു താങ്കൾ. കറുപ്പും വെളുപ്പും വരകളുള്ള ഷൂസ്, പാറിപ്പറക്കുന്ന മനോഹരമായ തലമുടി, ബട്ടൺ ഹോളിൽ ഒരു ഡെയ്സി പൂവും. ജനീവയിൽ താങ്കൾ ഒറ്റയ്ക്കാണെന്ന് അന്നേ മനസ്സിലായിരുന്നു എനിക്ക്. തീർച്ചയായും പ്രസിഡന്റ് ജനീവയിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എന്നാൽ ചിരപരിചിതമായ നഗരമായിരുന്നു ജനീവ അദ്ദേഹത്തിന്. താൻ നിയമപഠനം നടത്തിയ നഗരം. പ്രസിഡന്റിൻ്റെ അപേക്ഷയനുസരിച്ച് ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന് തികച്ചും പ്രച്ഛന്നമായ ഒരു ജീവിതം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അന്നു തന്നെ അദ്ദേഹത്തെ കാണാനിടയായ ഹോമിറോ തൻ്റെ പത്നിയോട് ഒരു നാൾ അദ്ദേഹവുമായി സംസാരിച്ചേ തീരുവെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. 5 ആഴ്ചയോളം അയാൾ അദ്ദേഹത്തെ പിന്തുടർന്നു. എന്നാൽ നേർക്കുനേരെയുള്ള ഒരു അഭിമുഖം മാത്രമാണ് അയാൾ അഭിലഷിച്ചത്. ഒറ്റയ്ക്കായിരിക്കുക എന്ന എൻ്റെ ഉദ്ദേശ്യത്തിന് വിരുദ്ധമാണെങ്കിലും നിങ്ങളെ കണ്ടതിൽ ഞാൻ സന്തുഷ്ടൻ തന്നെയാണ് ഹോമിറോ. പക്ഷേ ഒറ്റയ്ക്കായിരിക്കുക എന്നത് എന്തായാലും അത്ര നല്ലതൊന്നുമല്ല മിസ്റ്റർ പ്രസിഡന്റ്. എന്തുകൊണ്ടാണത് ഹോമിറോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി ഞാൻ കാണുന്നത് തന്നെ എല്ലാം മറക്കാനും എന്തിനേയും പിന്നിലുപേക്ഷിക്കാനുമുള്ള എൻ്റെ കഴിവിനെയാണ്. പക്ഷേ താങ്കളുടെ സങ്കല്പത്തിനും അപ്പുറമായ വിധം ഓർമ്മിക്കപ്പെടുന്ന ഒരാളാണ് താങ്കൾ മിസ്റ്റർ പ്രസിഡന്റ്. താങ്കളെ ഇപ്പോഴും ഇത്ര ചെറുപ്പമായും ആരോഗ്യവാനായും കാണുന്നതും നല്ലതു തന്നെയാണ്. പക്ഷേ അവർ പറയുന്നത് ഞാൻ മരണത്തോടടുത്തിരിക്കുന്നു എന്നാണ് ഹോമിറോ. എല്ലാ സൂചനകളും അത് ശരിവയ്ക്കുന്നു. ഇല്ല മിസ്റ്റർ പ്രസിഡന്റ്, തിരിച്ചു വരാനുള്ള താങ്കളുടെ സാധ്യത വളരെ ഉയർന്നു തന്നെയാണിപ്പോഴും. അതായത് ജനീവയിലെ ആരോഗ്യരംഗത്തെ വിവരസുരക്ഷിതത്വം അത്ര കേമമൊന്നുമല്ലെന്ന് അല്ലേ? പ്രസിഡന്റ് തൻ്റെ സഹജമായ ഫലിതബോധത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നു. പക്ഷേ ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് മുന്നിൽ ഒരു ആശുപത്രിയിലെ ഒരു രഹസ്യത്തിനും അത്ര കൂടുതൽ നേരം മറഞ്ഞിരിക്കാനാവില്ല മിസ്റ്റർ പ്രസിഡന്റ്. അത് സ്വിറ്റ്സർലൻഡിലല്ല, ലോകത്തെവിടെയായാലും. പക്ഷേ ഹോമിറോ, ഏറ്റവും വ്യക്തത വന്നു കഴിഞ്ഞവരിൽ നിന്ന് തന്നെ 2 മണിക്കൂർ മുമ്പ് എന്നെ സംബന്ധിക്കുന്ന എല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തീർച്ചയായും താങ്കൾക്ക് ജനീവയിലെ ഈ നിരർത്ഥകതയിൽ ഒടുങ്ങാനാവില്ല മിസ്റ്റർ പ്രസിഡന്റ്. ഏറ്റവും അർഹനായ ആരെങ്കിലും ഒരാൾ ഏറ്റവും സമുചിതമായ വിധത്തിൽ തന്നെ താങ്കൾ അർഹിക്കുന്ന യഥാർത്ഥ നിലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും, ഏറ്റവും വേഗം തന്നെ. ശരി ഹോമിറോ, താങ്കളുടെ എല്ലാ ഓർമ്മപ്പെടുത്തലുകൾക്കും എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുന്നു ഞാൻ. പിന്നെ അദ്ദേഹം തൻ്റെ സഹജമായ രീതിയിൽ തന്നെ എല്ലാം സാധാരണ പോലെ തന്നെ കഴിച്ചു തീർത്തു. അല്പം പോലും ആശങ്കയില്ലാതെ എല്ലാം നന്നായി ആസ്വദിച്ചു തന്നെ. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഹോമിറോയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒരാശങ്കയുമില്ലാത്ത തൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള ആദരഭാവം അദ്ദേഹം ഹോമിറോയുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കുകയും ചെയ്തു. രണ്ടുപേരും കോഫി കുടിച്ചു തീർത്തു. പ്രസിഡന്റ് എപ്പോഴും എന്ന പോലെ അവസാന തുള്ളി വരെയും. എന്നിട്ട് ബില്ല് വാങ്ങി പലതവണ അത് ചെക്ക് ചെയ്ത് പലതവണ പണം എണ്ണി നോക്കിയ ശേഷം അദ്ദേഹം അത് പാഡിൽ വെച്ചു. വെയിറ്ററിൽ നിന്നും ഇരുത്തിയുള്ള ഒരു മോളൽ തന്നെ കിട്ടിയേക്കാവുന്ന നാമമാത്രമായ ഒരു ടിപ്പും ചേർത്ത്. തീർച്ചയായും എല്ലാം സന്തോഷകരം തന്നെയാണ് മിസ്റ്റർ ഹോമിറോ. ഞാൻ സർജറിക്കായുള്ള ദിവസം ഇപ്പോഴും തിരഞ്ഞെടുത്തിട്ടില്ല.
അത് വേണമോ എന്ന് തന്നെ ഉറപ്പിച്ചിട്ടില്ല ഇപ്പോഴും. എങ്കിലും എല്ലാം നേർവഴിയിൽ തന്നെയെങ്കിൽ നാം ഇനിയും കണ്ടേക്കും, എവിടെയെങ്കിലും വെച്ച്. പ്രസിഡന്റ് ഉപസംഹരിച്ചു. പക്ഷേ എന്തുകൊണ്ട് അതിനു മുൻപ് തന്നെ ആവില്ല മിസ്റ്റർ പ്രസിഡന്റ്? എൻ്റെ ഭാര്യ ലിസാറ എന്തായാലും വലിയ മനുഷ്യർക്ക് വേണ്ടി പാചകം ചെയ്യാൻ അറിയുന്നവൾ തന്നെയാണ്. ചെമ്മീൻ കറിയും നെയ്ച്ചോറും അവളെപ്പോലെ പാചകം ചെയ്യാൻ അറിയുന്നവർ വിരളം തന്നെ. താമസിയാതെ തന്നെ താങ്കളെ ക്ഷണിക്കണമെന്ന് ഞങ്ങൾ അന്നേ തീരുമാനിച്ചിരുന്നു. എനിക്ക് ചെമ്മീൻ അനുവദിക്കപ്പെട്ടിട്ടില്ല ഹോമിറോ. എങ്കിലും സന്തോഷം തന്നെയാണ് എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ. എപ്പോഴാണെന്ന് താങ്കൾ അറിയിച്ചാൽ മതി. വ്യാഴാഴ്ച എനിക്കൊഴിവാണ്, ഹോമിറോ പറഞ്ഞു. തീർച്ചയായും വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് മുമ്പ് തന്നെ ഞാൻ അവിടെ ഉണ്ടാകും ഹോമിറോ. അത് സന്തോഷം തന്നെയാണ് എനിക്ക്. വേണ്ട മിസ്റ്റർ പ്രസിഡന്റ്, ഞാൻ താങ്കളെ കൂട്ടിക്കൊണ്ടുപോകാം. സ്റ്റേഷനടുത്തെ ഡെയിംസ് ഹോട്ടലറീസ് 14 നമ്പർ റൂമിൽ നിന്ന്. ശരിയല്ലേ? ശരിയാണ്. പ്രസിഡന്റ് ഊർജ്ജസ്വലനായി. എൻ്റെ ഷൂസ് അളവ് പോലും അറിയാവുന്ന ഒരാളെപ്പോലെയാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. തീർച്ചയായും എത്രയും ആദരണീയനായ മിസ്റ്റർ പ്രസിഡന്റ്. 4 ഇഞ്ച് ശരിയല്ലേ അത്?